നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോസിറ്റീവ് ചാർജിനെ ഞാനിവിടെ വെച്ചു. പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം എന്താണെങ്കിലും ചാർജ് നമ്മളത് വെക്കുകയാണെങ്കിൽ ചാർജിന് ചുറ്റും എന്തുണ്ട്? ഒരു ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ട്? ഒരു ഫീൽഡ് ലൈൻസ് ഉണ്ട് ആണല്ലോ. അപ്പോൾ നിങ്ങളത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമ്മളൊരു ചാർജിനെ വെക്കുകയാണെങ്കിൽ അതിന് ചുറ്റും എന്തുണ്ട്? ഫീൽഡ് ലൈൻസ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഡയറക്ഷനാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ഡയറക്ഷനാണ്. അതാണ് ഇവിടെ ഈ വരച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ ഫീൽഡിൽ ഞാൻ 2 പോയിന്റുകളെ കൺസിഡർ ചെയ്യാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ഫീൽഡിൽ 2 പോയിന്റുകൾ, അതാണ് ഞാൻ എ എന്ന് പറഞ്ഞ പോയിന്റും ബി എന്ന് പറഞ്ഞ 2 പോയിന്റിനെ ഞാൻ മാർക്ക് ചെയ്തു. മനസ്സിലായോ? ഇനി ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് ഈ ചാർജിൻ്റെ ചാർജിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഈ ചാർജിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ് എന്തിരിക്കുന്നത്? എ എന്ന് പറഞ്ഞ പോയിന്റ് ഇരിക്കുന്നത്. എയും ബിയും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് കൊടുക്കാം? സ്മോൾ ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് കൊടുക്കാം? ഇതിന് dx എന്ന് കൊടുക്കാം. മനസ്സിലായോ? അപ്പം ഈ ചാർജ് ഇരിക്കുന്ന പോയിന്റ് ഞാൻ O എന്ന് മാർക്ക് ചെയ്തു. ആ ഈ ഓയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ് എ എന്ന് പറഞ്ഞ പോയിന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലേ? എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ് പോയിന്റ്, ഏത് പോയിന്റ് ഇരിക്കുന്നത്? എ എന്ന് പറഞ്ഞ പോയിന്റ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ് പ്ലസ് ഡി എക്സ് അകലത്തിലാണ് ഏത് പോയിന്റ് ഇരിക്കുന്നത്? പോയിന്റ് ബി സിറ്റുവേറ്റ് ചെയ്യുന്നത് ആണല്ലോ. ഇനി എയും ബിയും തമ്മിലുള്ള സ്മോൾ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് കൊടുത്തത്? dx എന്ന് നമ്മൾ കൊടുത്തത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്കിതിന്റെ ഡെറിവേഷനിലേക്ക് കടക്കാം. നമുക്കറിയാം ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഞാനിപ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് നീക്കാൻ നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വർക്ക് കൊടുക്കണമല്ലോ. എന്തുകൊണ്ടാണ് വർക്ക് കൊടുക്കണം എന്ന് പറയാൻ കാരണം ഇത് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ അങ്ങോട്ടേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ എവിടെയെങ്കിലും ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതും പോസിറ്റീവ് ആണല്ലോ. ഈ പോസിറ്റീവ് ചാർജ് ഇതിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. പോസിറ്റീവ് ആയത് റിപ്പൽ ചെയ്യും. ആ ഡയറക്ഷനിലാണ് അതിനെ റിപ്പൽ ചെയ്യുന്നത്. പക്ഷേ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഞാൻ ഇങ്ങോട്ടേക്കാണ് നീക്കാൻ നോക്കുന്നത്. മനസ്സിലായോ? ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എ എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് ഞാൻ നീക്കാൻ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഈ റിപ്പൽ ചെയ്യുന്നത് ഏത് ഡയറക്ഷനാണ്? ഈ ഡയറക്ഷനിലാണ്. ഞാൻ ശ്രമിക്കുന്നതോ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ? അപ്പം ഞാൻ അവിടെ ഒരു സ്മോൾ വർക്ക്, ഇപ്പം ബിയിൽ നിന്ന് എയിലേക്ക് നീക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു വർക്ക് അവിടെ വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ബിയിൽ നിന്ന് എയിലേക്ക് നീക്കാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് സ്മോൾ ഡിസ്റ്റൻസ് ആണല്ലോ നമ്മളവിടെ നീക്കുന്നത്, ബിയിൽ നിന്ന് എയിലേക്ക്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോൾ വർക്കാണ്. വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പം നമ്മളുടെ ഡിസ്റ്റൻസ് dx ആണല്ലോ, dx എന്ന് കൊടുത്തു. നമുക്കറിയാം എഫിൻ്റെ ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു QE ആണ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ dw is equal to, ഇത് എവിടെ നിന്നാണ് വന്നത് നിങ്ങൾക്ക് അറിയാലോ. E is equal to F/Q എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ നോക്കി dw is equal to എന്ത് വരും? QE ഇൻറ്റു dx എന്ന് വരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ ചെയ്തു പോയതാണ്. ഇനി Q എന്ന് പറയുന്നത് ഞാൻ ഏതിലേക്ക് വർക്ക് കൊടുക്കുന്ന? ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നീക്കാനാണ് ഞാൻ വർക്ക് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഈ Q എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ് ചാർജ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് Qൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ dw is equal to എന്ത് വരും? ഈ dx എന്ന് വരും. ഇനി അതായത് dw is equal to ഇപ്പം ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ കാണിക്കുന്നതാണല്ലോ. അതുപോലെ dx എന്ന് പറയുന്നത് ഇതിനെ കാണിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെ കാണിക്കുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് ഞാൻ പറഞ്ഞത്? ആ ഡയറക്ഷനിലേക്കാണ്. ഡിസ്പ്ലേസ്മെൻറ്റോ ഈ ഡയറക്ഷനിലേക്കാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ. അതുകൊണ്ട് എനിക്കിവിടെ എന്തിടാം? മൈനസ് എന്നുള്ള സൈൻ യൂസ് ചെയ്യാം. ഇനി dw എന്ന് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ സ്മോൾ വർക്കാണ്. അവിടെ ചെയ്ത സ്മോൾ വർക്കാണ് അല്ലേ? അത് എന്തിനോട് ഈക്വലാണ്? ഇവിടുത്തെ പൊട്ടൻഷ്യലിനോട് ഈക്വലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? dwന് പകരം നമുക്ക് എന്ത് എഴുതാം? dv, അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇനി ഈയുടെ വാല്യൂ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ dv ഈസ് ഈക്വൽ ടു
minus 1 by 4 pi epsilon 0 q by x square into dx. എന്തുകൊണ്ട് x square യൂസ് ചെയ്ത് നമ്മളിവിടെ എക്സിൻ്റെ ടേംസിലാണ് പറയുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ഡി എക്സ് ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് 1 by 4 pi epsilon 0 q by എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്തിനെ കാണിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാണ്. കൊണ്ടുവന്ന് എനിക്ക് ഈ ഒരു പോയിന്റിൽ ഞാൻ ഈ പോയിന്റിനെ പി എന്ന് മാർക്ക് ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജിൽ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് അകലത്തിലാണ് പി എന്ന് പറഞ്ഞ പോയിന്റ് ഇരിക്കണേ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം? ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം. അങ്ങനെ നമുക്ക് വെറുതെ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം അല്ലേ? ഈ മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഡിസ്റ്റൻസ് നീക്കാൻ ആവശ്യമായിട്ടുള്ള വർക്കും അതിൻ്റെ പൊട്ടൻഷ്യലുമാണ് നമ്മൾ ഇത്ര നേരം കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊണ്ടുവയ്ക്കാൻ ആവശ്യമായിട്ട് ഞാൻ ചെയ്ത ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളതാണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? എങ്ങനെ നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം? നമുക്കിവിടെ സ്മോൾ വർക്കോ അല്ലെങ്കിൽ സ്മോൾ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാമല്ലോ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. മനസ്സിലായോ? ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു ചെയ്യണം അല്ലേ? ടോട്ടൽ പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രൽ ഡി വി എന്ന് ചെയ്യണം. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് ചെയ്യാമല്ലോ. ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഡി വി എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ഡി വി എത്രയായിരുന്നു? നമ്മുടെ ബൈ 4 pi epsilon 0 q by എക്സ് സ്ക്വയർ ഡി എക്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രൽ ഡി വി എന്ന് പറയുന്നത് എത്രയാണ്? വി ആണെന്ന് നമുക്കറിയാം ആണല്ലോ. മൈനസ് ഇൻറ്റഗ്രൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. epsilon 0 q by എക്സ് സ്ക്വയർ ഡി എക്സ് അല്ലേ? നമ്മൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കാണ് കൊണ്ടുവയ്ക്കുന്നത്. നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനിവിടെ ഇൻഫിനിറ്റി ഇത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഇൻഫിനിറ്റി ടു എവിടേക്കാണ് ഞാൻ കൊണ്ടുവയ്ക്കുന്നത്? ഓയിൽ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് അകലത്തിൽ ഒരു പോയിന്റിലാണ് ഞാൻ കൊണ്ടുവയ്ക്കുന്നത് അല്ലേ? അപ്പോൾ ഇൻഫിനിറ്റി ടു ആർ. മനസ്സിലായോ? ഇൻഫിനിറ്റിയിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് അകലത്തിലാണ് നമ്മൾ എന്ത് കൊണ്ടുവയ്ക്കുന്നത്? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. നോക്കി 1 by 4 pi epsilon 0 q എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേംസ് ആണല്ലോ അല്ലേ? അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ q by 4 pi epsilon 0 ബാക്കിയുള്ളവരെ നമുക്ക് എടുത്ത് എഴുതാം. ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഇൻഫിനിറ്റി ടു ആർ. ബാക്കി എന്തുണ്ട്? 1 by എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും ആണല്ലോ. ഈ 1 by എക്സ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു. അപ്പോൾ 1 by എക്സ് സ്ക്വയറിനെ നമുക്ക് എക്സ് റേസ് ടു -2 എന്ന് എഴുതിക്കൂടെ? എക്സിനെ മുകളിലേക്ക് കയറ്റി എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ വരും? ഈ ബി ഈസ് ഈക്വൽ ടു മൈനസ് q by 4 pi epsilon 0 അല്ലേ? ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എക്സ് റേസ് ടു -2 ഡി എക്സ് എന്ന് വരും ആണല്ലോ. ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് റേസ് ടു n + 1 by n + 1 ആണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇൻ്റഗ്രേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ അതിൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n + 1 by n + 1 ആണ്. ഇവിടുത്തെ കേസിൽ n എന്ന് പറയുന്നത് ഏതാ? പവർ ആണല്ലോ. n എന്ന് പറയുന്നത് n + 1. ഇവിടുത്തെ പവർ ആണല്ലോ n + 1 നമ്മൾ പറയുന്നത്. അപ്പോൾ ആ n-ൻ്റെ വാല്യൂ ഇത്രയും -2 ആണ് അല്ലേ? അപ്പോൾ ഇതിനെ മാത്രമായിട്ട് ഞാൻ ഇവിടെ എടുത്ത് കാണിക്കുവാണ്. ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു -2 ഡി എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു -2 + 1 by -2 + 1 ആണല്ലോ. അപ്പോൾ എത്ര കിട്ടും? എക്സ് റേസ് ടു -2 + 1 എന്ന് പറഞ്ഞാൽ -1 ആണ് ബൈ -1 അല്ലേ? അതിന് നമുക്ക് ഓർ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു -1 ഈ മൈനസ് നമുക്കിവിടെ കയറ്റി എഴുതാം. അപ്പോൾ മൈനസ് എക്സ് റേസ് ടു -1 എന്ന് എഴുതാം അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ ഈ എക്സ് റേസ് ടു -1നെ നമ്മളൊന്ന് താഴേക്ക് ഇറക്കി എഴുതാം. കാരണം ഇത്തിരി ഭംഗിക്ക് വേണ്ടി എഴുതാം. അപ്പോൾ എങ്ങനെ കിട്ടും? -1 by x എന്ന് എഴുതാം. ഈ 1 by xനെ ഞാൻ ഈ എക്സിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് എക്സ് റേസ് ടു -1 എന്ന് തന്നെ കിട്ടും ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. എങ്ങനെ വരും? നമ്മൾ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ? അപ്പോൾ നോക്കി v ഈസ് ഈക്വൽ ടു -q by 4 pi epsilon 0 4 pi epsilon 0
ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു -2 dx എത്ര നമുക്ക് കിട്ടിയാണ് -1/x ആണ് ആണല്ലോ. അപ്പോൾ അതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുക? ഇൻഫിനിറ്റി ടു r ആണ് അല്ലേ. ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആണ്. അപ്പോൾ v is equal to എന്ത് കിട്ടും? q/4πε0 ഇൻറ്റു 1/x ഇൻഫിനിറ്റി ടു r ആണല്ലോ. ഇനി അടുത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്? നമുക്കറിയാം എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. അപ്പർ ലിമിറ്റ് ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ആറിനെ കൊടുക്കണം അല്ലേ. അപ്പോൾ എന്ത് വരും? അപ്പർ ലിമിറ്റ് ആയിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിന് അപ്ലൈ ചെയ്യണം. ആദ്യം അപ്പർ ലിമിറ്റ് പിന്നെ മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എങ്ങനെ നമ്മൾ കൊടുക്കേണ്ടത്? ലോവർ ലിമിറ്റ് എന്താ? ഇൻഫിനിറ്റി ആണല്ലോ. അപ്പോൾ നോക്കിയാൽ 1/ എന്ത് വരും? ഇൻഫിനിറ്റി എന്ന് കൊടുക്കണം. അതായത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യം ആരെ കൊടുക്കണം? അപ്പർ ലിമിറ്റിൽ വരുന്ന ആളെ കൊടുക്കണം. പിന്നെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് പിന്നെ ആരെ കൊടുക്കണം? ലോവർ ലിമിറ്റിൽ വരുന്ന ആളെ കൊടുക്കണം. അപ്പോൾ 1/r മൈനസ് 1/∞ എന്ന് വരും. അതായത് v is equal to q/4πε0 അല്ലേ 1/r എന്ന് കിട്ടും. ഓർ v is equal to 1/4πε0 q/r എന്ന് മനസ്സിലായോ? അപ്പോൾ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെറിവേഷൻ ആണ്. നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്? ബിയിൽ നിന്ന് എയിലേക്ക് ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് നീക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ള കുഞ്ഞ് പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. പൊട്ടൻഷ്യൽ അറ്റ് എ ആൻഡ് ബി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എങ്ങനെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്? എവിടെ നിന്നാണ് നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരേണ്ടത്? അതാണ് ഇനീഷ്യൽ പോയിന്റ് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്? അതാണ് അതിൻ്റെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ ഒരു പോയിന്റിനെ കൊണ്ടുവരുന്നത്, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുന്നത്. എവിടെയാണ് കൊണ്ട് നമ്മൾ വെക്കുന്നത്? പി എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ അറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/4πε0 q/r എന്ന് കിട്ടും. ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്തൊക്കെ ഇക്വേഷൻസാണ് പഠിച്ചിരുന്നത്? എഫ് ഇസ് ഈക്വൽ ടു ഏകദേശം ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു? 1/4πε0 q1 q2/r². തെറ്റിപ്പോയത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് എഴുതുന്നത്. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? 1/4πε0 q/r² അല്ലേ. ഇനി അടുത്ത് നമ്മൾ ഏതാ പഠിച്ച്? ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ പഠിച്ചു. അതായത് ബി ഇസ് ഈക്വൽ എന്താ? 1/4πε0 q/r എന്നാണ്. ഈ മൂന്ന് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് പ്രോബ്ലംസ് ആണെങ്കിലും ചോദിക്കാറുള്ളതാണ്, പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കാം, തെറ്റിപ്പോരുത്. കാരണം തെറ്റാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നിലും എന്താണ്? 1/4πε0 എന്നുള്ള ടേം ഉണ്ട്, മൂന്നിലും q ഉണ്ട് r ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാം.